ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിനുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മുടെ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെങ്കിൽ കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓരോരുത്തരും വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ായിട്ടുള്ള സമയം പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഗ്രഹങ്ങൾ അറിയാതെ ഇവിടെ ഒരു ചലനവും ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കാരണം പല ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 100% നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റി. ഇന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ, ഇന്ന സമയത്ത് സാലറി ഹൈക്ക്, അങ്ങനെയൊക്കെ ഉള്ള A to Z പറയാനുള്ള സംവിധാനമുണ്ട്. മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നക്ഷത്രാധിപൻ എന്ന ശനിയാണ്. അതുപോലെ ഇതിനകത്ത് നാളുകൾ നോക്കിയാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടത്തിന്റെ 1/4 ഭാഗം, പിന്നെ തിരുവോണം അവിട്ടത്തിന്റെ പകുതി. ഇപ്പൊ ഇത്രയാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ തിരുവോണത്തെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. അതുപോലെ അവിട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്, ശനികർമ്മയാണ്. ഈ ഒരു കർമ്മയുടെ അനുസരിച്ച് ഇവർക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങളെ കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഇപ്പൊ ഉത്രാടത്തെ ഭരിക്കുന്നത് സൂര്യനാന്ന് പറഞ്ഞു, ഗുരുകർമ്മ. അപ്പൊ
അപ്പൊ ഈ സൂര്യന്റെ ആയിട്ടുള്ള ഒരു എനർജി അല്ലെ ഞാൻ പറയുന്നതാണ് റൈറ്റ്, ഒരു ലീഡർഷിപ്പിന്റെ ഗ്രഹമാണ്, ഈഗോയുടെ ഗ്രഹമാണ്. അപ്പൊ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അല്ല അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലൊക്കെ നല്ല രീതിയിലുള്ള ശോഭിക്കാനുള്ള ഒരു കഴിവ്. മാത്രമല്ല ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ മെറ്റൽ റിലേറ്റഡ് ഉള്ള എഞ്ചിനീയറിംഗ് വർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ചെയ്യാനെടുക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ളത്. മാത്രമല്ല ജൂപ്പിറ്റർ ഗുരുവിന്റെ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ഉള്ളത് കൊണ്ട് ബാങ്കിങ്, ഫൈനാൻസ് ഇങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു ഈ പറഞ്ഞ നാളുകാർക്ക്, പ്രത്യേകിച്ച് ഉത്രാടംകാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തിരുവോണത്തെ നോക്കിക്കഴിഞ്ഞാലും ഈ ശനിയുടെ ആയിട്ടുള്ള ഒരു റേഡിയേഷന്, അല്ലെങ്കിൽ ഈ ശുക്രന്, ഇപ്പൊ ശുക്രന്റെ ആയിട്ടുള്ള ഒരു ഇത്, ചന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവരുടെ ഫേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഉരുണ്ട മുഖം, അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയോട് താല്പര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള താല്പര്യം, കൃഷിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവരുടെ വീട്ടിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ നോക്കണം. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന രീതിയിൽ ആ അപ്ബ്രിങ്ങിങ്, അതായത് നമ്മൾ ജനിച്ചു വരുന്ന സാഹചര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന ഇങ്ങനെയുള്ള ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൃഷിയെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുക്കിങ്ങിനോടായിരിക്കും, അതെല്ലാം ഒരു ചന്ദ്രന്റെ റേഡിയേഷൻ. അപ്പൊ ആ ഒരു റേഡിയേഷനെ വിട്ടിട്ടുള്ള പല രീതിയിലുള്ളത്, അതുപോലെ ബാങ്കിങ്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ അവർക്ക് ജോലി കിട്ടാനോ ആ രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഇതാണ്. അതുപോലെ അവിട്ടമാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാടായിട്ടുള്ള കർമ്മ, അപ്പൊ ചൊവ്വാടെ കർമ്മ, അതുപോലെ ശനിയുടെ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ, ശനി ഡബിൾ ശനിയാണ്. അപ്പൊ ശനിയുടെ ആയിട്ടുള്ള ഒരു മടിയെ കാര്യങ്ങള്, അപ്പൊ അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ ഈ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള അല്ല ശനിയുടെ റേഡിയേഷനുള്ള പല രീതിയിൽ, അല്ല ബാങ്കിങ്, ജഡ്ജസ് ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള ആംഗിളിലുള്ള വർക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യങ്ങള്. അതുപോലെ ഈ പറഞ്ഞ ഈ ചൊവ്വാടെ ആയിട്ടുള്ള ഒരു ദേഷ്യം, പിടിവാശി, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ, പോലീസ്, ആർമി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഫീൽഡിലൊക്കെ ശോഭിക്കാൻ എടുക്കാനൊക്കെ വളരെ അനുകൂലമാണ്. അപ്പൊ നമ്മൾ ഇത് കൂടാതെ നമ്മുടെ ഇത് നോക്കിയാൽ ഇവിടെ നമുക്കൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഇവർക്ക് ഹെൽത്ത് എന്ന് പറയുന്ന 4 സ്റ്റാർ ഇട്ടേക്കുന്നത്. അതുപോലെ ട്രാവൽ എന്ന് പറഞ്ഞാൽ 4 സ്റ്റാർ, ആകെ 5 സ്റ്റാർ ആണുള്ളത്. അതുപോലെ വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ, ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ, റൊമാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ, അതുപോലെ ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ, അതുപോലെ സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പറ്റി അറിയാൻ പറ്റും. കാരണം ആ ഒരു പെർസെന്റേജ്, നമുക്ക് എത്ര പെർസെന്റേജ് പോസിബിലിറ്റി എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ അറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ അനുകൂലമാണ് വീട് വെക്കാനും വണ്ടി വാങ്ങിക്കാനും ഒക്കെ വളരെ അനുകൂലം. വീട് മൂടി പിടിപ്പിക്കാന്, അതുപോലെ വീടിൽ എന്തെങ്കിലും പുതിയ വീട് പണിയാനായിട്ട് തറക്കല്ലിടാന് ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം. വണ്ടി മൂടി പിടിപ്പിക്കാന്, വണ്ടിക്ക് എന്തെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. പുതിയ ജോലി കിട്ടാൻ എടുക്കാനൊക്കെ ഉള്ള നല്ലൊരു സമയമാണ്. പ്രൊഫഷണൽ ഗെയിൻ ത്രൂ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും നമ്മൾ ജോബ് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആ ജോബ് കിട്ടാനേ എടുക്കാനേ ഉള്ള പ്രത്യേകിച്ച് ആ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഫേവറബിൾ ടൈമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ എഗ്രിമെന്റ്, പുതിയ കരാറുകൾ വരാനുള്ള ഒരു സാധ്യത. അതേമാതിരി എന്തെങ്കിലും നമ്മൾ ഈ ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്ന ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഫേവറബിൾ ആയിട്ട് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉയർച്ച വരാനും, അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സെക്ടറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് മുതിർന്നവരുടെ അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസിന്റെ ആയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടാനൊക്കെ ഉള്ളത് വളരെ അനുകൂലമായിട്ടാണ്. മാത്രമല്ല 19-ാം തീയതി കഴിയുമ്പോഴത്തേന് നല്ല പ്രണയബന്ധം ഉണ്ടാകാനുള്ള സാധ്യത, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രണയബന്ധങ്ങൾ വരാന് എടുക്കാന് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള ടൈമാണ്. മാത്രമല്ല ഈ ഏപ്രിൽ 19 കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോകാൻ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ പ്രശ്നമൊക്കെ മാറി വളരെ അനുകൂലമായിട്ടൊക്കെ വരാനുള്ള ഒരു സാധ്യത. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വിസ റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല എന്തുവേലും ഈ ഒരു അത് തന്നെയല്ല, ഇവർക്ക് എന്തെങ്കിലും ഒരു IELTS അല്ലെങ്കിൽ ഒരു എക്സാം ഒക്കെ എഴുതിയിരുന്ന ആൾക്കാർക്ക് അതിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ, അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോറിൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിസ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല സ്പെക്കുലേറ്റീവ് ഗെയിൻ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഗെയിൻ വരാന്, പിന്നെ അങ്ങനെയുള്ളത്. പിന്നെ ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം വന്ന് ഒരിക്കലും നമ്മൾ നടക്കത്തില്ല എന്ന് പറയുന്ന പ്രണയമൊക്കെ സാക്ഷാത്കരിക്കാനുള്ള ഒരു സാഹചര്യം.
അതുമാത്രമല്ല നല്ല ഒരു സോഷ്യൽ സർക്കിൾ, നല്ല ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്താ പറയുന്ന ഒരു ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡ്രീം, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് അനുകൂലമായിട്ട് വരാനും വളരെ ഫേവറബിൾ ആയിട്ടുള്ള വരാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹാലോചനകൾ വരാനും പുതിയ വിവാഹം ഉണ്ടാകാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലം കല്യാണം കഴിക്കുന്നവർക്ക്. അതുപോലെ വീട്ടിൽ നല്ല മംഗളകർമ്മങ്ങൾ നടത്താൻ എടുക്കാൻ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അവർ ഈ ഒരു പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്രഗ്നന്റ് ആകാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കാൻ, പുതിയ എഗ്രിമെന്റ് കിട്ടാൻ, അതുപോലെ ബിസിനസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പാർട്ട്നേഴ്സ് വരാനും പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്യാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല നമ്മൾ കടം കൊടുത്തിട്ട് എന്തെങ്കിലും സാധനങ്ങളുടെ കടം കൊടുത്തിട്ട് കിട്ടുകയില്ലാന്ന് വിചാരിച്ചിരുന്ന അങ്ങനെയൊക്കെ ഉള്ള പൈസ തിരിച്ചു കിട്ടാനോ എടുക്കാനോ ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആവറേജ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർക്ക് നല്ലതാണ്. അപ്പൊ ഇതിന്റെ ആ സ്റ്റാറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും.